ഹായ് ഹലോ നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആവേശം, നല്ല ആവേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് വന്നിട്ട് ആക്ച്വലി 4 ദിവസമായി. എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും. പക്ഷെ ഞാനിത് അറിയാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി. ആ ടൈമിൽ വേറെ 1-2 വീഡിയോസ് ഞാൻ ഇട്ടും ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഭ്രമയുഗത്തിന്റെ കങ്കുവിന്റെ ഒക്കെ ആ ഒരു ടൈമാണ് തോന്നുന്നു. അങ്ങനെ വിട്ടുപോയി. പിന്നെ ഞാനത് ഇങ്ങനെ കണ്ടതുമില്ല. ഞാൻ ഇത് കാണാണ്ട് ഇങ്ങനെ ഒഴിവാക്കി പോയി. ജസ്റ്റ് ഒരു കുറച്ച് ഭാഗം എന്തോന്ന് കണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ 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 വിട്ടുപോയി. പക്ഷേ കുറേ ആളുകൾ താഴെ വന്നിട്ട് റിയാക്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് ടീസർ ഇട്ട സമയത്തും, ട്രെയിലർ അതിന്റെ റിയാക്ഷൻ ഇട്ട സമയത്തും താഴെ വന്നിട്ട് ഒരാള് ഇങ്ങനെ ഇത് ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട്. അതായത് ആവേശത്തിന്റെ ടീസർ റിയാക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട്. ഇത്രയും കിടുവാണ് ആവേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് പ്രോപ്പറായിട്ട് ഇത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ചെയ്ത് നോക്കാം. പിന്നെ എന്താ വെച്ചാൽ ലേറ്റ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ സാധനമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആളില്ലെന്നേ. നമ്മൾ വെറുതെ റോസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാണാൻ നിങ്ങളുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ കാണും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് ആവേശം. സോ ഹെഡ്സെറ്റ് വെച്ചിട്ടുമില്ല. റെഡി? റെഡ്. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായിരിക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ അവരുടെ തോളത്തെ കൂടെ കൊന്ന്. എന്നിട്ട് गंगा भैया वो ऐसे दौड़ के आया, बुला के मारा. ರಂಗಣ್ಣ ದೊಡ್ಡರೋಡಿ ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. മോനെ ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ലെവൻത്ത് ഏപ്രിൽ 2024 മാൻ. കേട്ടോ, രോമാഞ്ചം സിനിമ കണ്ടതിന്റെ ഡബിൾ ഉണ്ടെന്ന് തോന്നുന്നു. രോമാഞ്ചം എനിക്ക് ആലോചിക്കുമ്പോൾ ചിരി വരും. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒരു പ്രതീക്ഷയില്ലാത്ത തിയേറ്റർ. അതായത് ഹൈപ്പും സാധനങ്ങളും ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു സാധനം. എന്നാ കണ്ടേക്കാം എന്ന് വിചാരിച്ച അങ്ങനെ കയറി കണ്ട് ഞെട്ടി, എന്താ പറയാ, അത്രയും എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നൊരു സിനിമയാണ് രോമാഞ്ചം. ഭയങ്കര ഫീൽ ആയിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് മറ്റേ അർജുൻ അശോകൻ വന്നിട്ട് കൊണ്ടുവരില്ല, അവിടെയാണ് ഇന്നാള് തൂങ്ങിയത്, നമ്മുടെ ഇവര് തൂങ്ങിയത്, എവിടെയാണ് തല കടന്നത്, ഇവിടെയാണ് ഡെഡ് ബോഡി കടന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓട്ടം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഫീൽ ആയിരുന്നു. സോ അത്തരത്തിൽ പ്രത്യേകിച്ച് പൊത്തപ്പിക്കുഞ്ഞെന്ന് പറയുന്ന ഡയലോഗൊക്കെ, ഇത് ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയില്ല നമ്മള്, അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കാണാൻ ഭയങ്കര രസമാണ്. ചില സിനിമയിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഒരു അയ്യോ ആ കള്ളു കുടിച്ചിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ ലാലേട്ടന്റെ, ആ ഷോക്ക് അടിച്ചിട്ട് വീണ്ടും എഴുത്തുകാരനായിട്ട്, അയ്യോ കഥാകൃത്തായിട്ട് ഒരു കഥാപാത്രം, അയ്യോ എന്താണത്, അത് ലോക കള്ളുടിയൻ. ഇത്രയും കള്ളുടിയൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം വേറെ, ഇത്രയും രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ വേറെ ഇല്ല. സോ ആ ക്യാരക്ടർ അതൊക്കെ ശരിക്കും അഴിഞ്ഞാട്ടമാണ്. സ്ക്രീനിൽ ഇങ്ങനെ എന്താ പറയാ, അഴിഞ്ഞാട്, അതന്നെയാണ്, വേറെ വേർഡ് പറയാനില്ല. അത്രയും എൻജോയ് ചെയ്ത്, അത്രയും അതിലേക്ക് ഇൻവോൾവ് ആയി, ഇങ്ങനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് തകർക്കുക, അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ടാവും. ഇവിടെ ജസ്റ്റ് ടീസറിൽ പോലും ഫഹദ് ഫാസിൽ അഴിഞ്ഞാട്ടമാണ് കാണാൻ കഴിയുന്നത്. പണ്ട് നമ്മൾ ആറാട്ടെണ്ണം പറഞ്ഞ പോലെ ആറാട്ടുകയാണെന്ന് പറയില്ലേ, അത്തരത്തിലൊരു ആറാട്ട് ഒരു പക്ഷേ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഭയങ്കര രസമുണ്ട്. എന്താണ് ആ ഇമ്പാക്ട്, ഡയലോഗ് ഡെലിവറിയും ആ കഥ പറച്ചിലും
ഇങ്ങനെ ചവിട്ടി 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 കുത്തി 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 ആ സാധനവും അതുപോലെ ഞാൻ കണ്ടില്ല, പക്ഷെ ഇതേ ഇമ്പാക്ടോടെയാണ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് ഞാൻ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫഹദിന്റെ എൻട്രി, ഓ മാരകം മാൻ, അമ്മാതിരി പടം. അത്രത്തിലൊരു സാധനമായിരിക്കും. എന്തായാലും ടീസർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ആ ടൈമിൽ സീരിയസ്ലി എനിക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഞാൻ ഇത് ശരിക്കിരുന്ന് പ്രോപ്പറായിട്ട് ഇരുന്ന് കാണുന്നത് ഇപ്പോഴാണ്, സത്യമാണ് പറയുന്നത് കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗം കണ്ടു. ഞാൻ കണ്ടത് എവിടെയെന്നറിയോ, ഈ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോരുത്തരെ തോളിലോ തലയിലോ ചവിട്ടി 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 ആ ഡയലോഗ് വരെ ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്ന് ഓണാക്കി. അതിന്റെ ഇടയിലും ആ തിരക്കിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ, ഓഫീസിലെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ അവിടെ കയറി വന്നപ്പോൾ കുറെ കാര്യങ്ങൾ മിസ്സായി. പിന്നെയും എവിടേക്കോ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കണ്ട്. പിന്നെ നമ്മളെ ആ യൂട്യൂബിലൊക്കെ പുള്ളിക്കാരന്റെ പേരെന്താണ്, നമ്മളെ റിയാക്ഷൻ ആ ലൈവ് സ്ട്രീം ചെയ്യുന്ന, ഗെയിമിംഗ് അല്ലല്ലോ, ഗെയിമിംഗ് ആണോ, അവന്റെ പേര് എനിക്ക് ഓർമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ വീഡിയോസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്ന വിചാരിച്ചില്ല. ആ ക്യാരക്ടർ നൈസാണ്, സിഗരറ്റ് വലിച്ച് വരുന്നതും പിന്നെ ഡയലോഗ് പറയുന്നതും ഒക്കെ ഭയങ്കര നൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല സംഭവമായിരിക്കും. രോമാഞ്ചത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, പിന്നെ നമുക്ക് പരിചയമില്ലാത്ത കുറെ ആളുകൾ, പുതുമുഖങ്ങളായിട്ടുള്ള കുറെ, ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു ആ സിനിമ കാണുമ്പോൾ. അത്തരത്തിൽ ഇതിലും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ടൈമിൽ വന്നിട്ടുള്ള ടീസറിൽ ഇത്രയും ഭയങ്കര എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം ഒരു പക്ഷെ ആവേശമായിരിക്കും. നല്ല ആവേശമുണ്ട്. സ്ക്രീനിൽ സിനിമ വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. ട്രെയിലർ വരട്ടെ, അപ്പോൾ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം ഉണ്ടാവും. പിന്നെ സുഷിൻ ശ്യാമാണ് മ്യൂസിക്, ഒന്നും പറയാനില്ല, വേറെ ലെവൽ സാധനമായിരിക്കും. എന്തായാലും നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, 4 ദിവസം മുമ്പ് വന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്നുകൂടെ കമന്റിൽ രേഖപ്പെടുത്തുക. അത് വായിക്കുമ്പോൾ ഒരു രസമാണല്ലോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ.